ഹായ്! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊന്ന് എല്ലാവരും കൂടെ കുളത്തൂപ്പുഴ വരെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റെഡിയാവുകയാണ് കേട്ടോ. കുളത്തൂപ്പുഴയെന്ന് വെച്ചാൽ എൻ്റെ വാപ്പാടെ നാട് അവിടാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാനായിട്ട് എല്ലാവരും റെഡിയാവുകയാണ് കേട്ടോ. ഒരു മുന്താസൊക്കെ നിന്ന് ടാറ്റ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം. അങ്ങനെ ഞാനും ഉമ്മായും അനിയത്തിയും അമ്മീനും വാപ്പായും കൂടെ കാറിൽ പോയി. അവർ പിന്നെ ഓട്ടോയിൽ കയറി. അങ്ങനെ ഉമ്മായുടെ വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറിയായിരുന്നു കേട്ടോ. അവിടെ കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എന്തോരം ചൂട്. അവിടുത്തെ ജ്യൂസൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഫ്ലേവറിൽ നല്ല ടേസ്റ്റുള്ള കുറേ ജ്യൂസുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുലുക്കി സർബത്തുണ്ട്, നാരങ്ങയുണ്ട്, സോഡ നാരങ്ങ വെള്ളം, പിന്നെ പല ഫ്ലേവറിൽ നമുക്ക് ചോദിച്ചാൽ അത് കണക്കത്തെ വെള്ളം, മോരും വെള്ളം, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പായെ ഞാൻ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വന്നു. നമ്മൾ അവരെ എപ്പോഴും അങ്ങനെ അങ്ങ് ഇരുത്തിയാൽ ശരിയാവില്ലല്ലോ വണ്ടിക്കകത്ത് തന്നെ. അവിടെ പിന്നെ ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞങ്ങൾ കുറച്ച് മേടിക്കണമെന്ന് തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ താമസിച്ചു പോയി. ആ കൊച്ചാണ് കേട്ടോ, ആ കടയിലെ കൊച്ചാണത്. നമ്മുടെ കുളത്തൂപ്പുഴ റോഡിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ കട. കറക്റ്റ് ഡീറ്റെയിൽ അത് പറഞ്ഞു തന്നായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി ജ്യൂസോ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് തന്നെ നല്ല വൃത്തിയിലായിരുന്നു എല്ലാം കേട്ടോ. നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാൻ നല്ല ഇതായിരുന്നു. ആ കൊച്ച് നമ്മുടെ കൂടെ നല്ല സ്നേഹമായിട്ട് സഹകരിക്കും. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും വാപ്പായും അനിയത്തിമാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾ വന്നില്ല. അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മായും വാപ്പായും പിള്ളേരുമായിട്ടാണ് പോയത് കേട്ടോ. എപ്പോഴും നമ്മൾ ഇവരെ വീട്ടിൽ തന്നെ ഇരുത്തിയാലോ അല്ലെങ്കിൽ ഇറങ്ങാൻ വയ്യാന്നും പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുത്തിയാലോ അത് ശരിയാവില്ലല്ലോ. അവരും ഇറങ്ങണ്ടേ. വയ്യാത്തവരാണെങ്കിലും നമ്മൾ അവരെ അതിനൊക്കെ ഒന്ന് ശ്രമിക്കണം പുറത്തോട്ട് ഇറങ്ങാൻ. നമ്മൾ പറയുമ്പോൾ അവരങ്ങ് ഇറങ്ങിക്കോളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന്. അവരെല്ലാം കുലുക്കി സർബത്തും സോഡാ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മോരും വെള്ളം മതി, അല്ലാത്തത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴെനിക്ക് മോരും വെള്ളം എടുത്തപ്പം അതുടനെ ആഷിനാക്ക് അന്നേരം മോരും വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് ആഷിന പിന്നെ മോരും വെള്ളം എനിക്കെടുത്തത് അങ്ങ് ആഷിന കുടിച്ചു. പിന്നെ എനിക്ക് വേറെയാണ് എടുത്ത് തന്നത് കേട്ടോ. ഞാൻ മോരും വെള്ളം അവളാദ്യം കുലുക്കി സർബത്ത് കുടിച്ചതാണ്. പക്ഷെ അവൾക്ക് അപ്പോഴും ഞാൻ മോരും വെള്ളം പറഞ്ഞപ്പോൾ അവൾ മോരും വെള്ളം മേടിച്ചു. എനിക്കെടുത്തത് അനിയൻ മേടിച്ച് ആഷിനയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ എനിക്ക് സെപ്പറേറ്റ് ഞാൻ മേടിച്ച് രണ്ടാമത് പറഞ്ഞു എനിക്ക് മോരും വെള്ളം മതിയെന്ന്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ആ മോരും വെള്ളത്തിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം ആഷിന എൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ആ ചൂട് അത്രയ്ക്കില്ലേ. അപ്പോഴും നമുക്ക് ഇതൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മോരും വെള്ളമൊക്കെ മേടിച്ച് ആഷിനാണെങ്കിൽ ചാമ്പയ്ക്ക അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ചാമ്പയ്ക്ക, മാങ്ങ, പിന്നെ ഇലിമ്പിപ്പുളി ഇതെല്ലാം അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അവൾ പറയായിരുന്നു സൂപ്പറാന്ന്. അങ്ങനെ അവൾ പിന്നെ എല്ലാം അതിൽ നിന്ന് ഇച്ചിരിച്ചേ മേടിച്ചു. അവൾക്ക് മാങ്ങ അന്നേരം കവറിലാണ് മേടിച്ചത് കേട്ടോ. അത് കൊണ്ടുപോവാമെന്ന് വിചാരിച്ച്. അവർ ഓട്ടോയിലല്ലേ പോയത്, അതുകൊണ്ട് അവർ തിന്ന്, ഞാൻ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ല. ബാക്കിയൊക്കെ ഞാൻ ഓരോ സ്പൂൺ എടുത്ത് തിന്ന്. നമ്മൾ ചോദിക്കുമ്പോൾ കഷ്ടം, അത് സ്പൂൺ കൊണ്ട് അപ്പോഴേ തന്നെ കോരി നമുക്ക് എടുത്ത് തരും കേട്ടോ. പാവം കൊച്ചായിരുന്നു അത്. എൻ്റെ ഹസ്ബൻഡും അതുകൂടാണ് ആ കട നടത്തുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ചിട്ട് ഞാൻ എടുത്തെങ്കിലും ഞാൻ എക്സ്ട്രാ പിന്നെ അതിന് പൈസ കൊടുത്തു കേട്ടോ. ഇല്ലാതെ ചുമ്മാ നമ്മളെടുത്ത് തിന്നിട്ട് വരുന്നത് എങ്ങനെ, പാവം പിടിച്ചൊരു കഷ്ടമല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പല ഫ്ലേവറിലുള്ള ഇത് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇത് നല്ലതായിരുന്നു, നെല്ലിക്ക കാന്താരി എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് കുടിച്ചില്ല കേട്ടോ. ഞാൻ മോര് തന്നെയാണ് കുടിച്ചത്. പിന്നെ അവിടെ പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പല്ലേ. എല്ലാവരും ഇറങ്ങി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒന്നാമത് ചൂട്, മഴയായാൽ പിന്നെ ഇവർക്ക് ഈ കച്ചവടം ഒന്നും നടക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കല്ലേ. ടാറ്റാ.